ഞാൻ അദ്ദേഹത്തെ കാണാൻ വരുന്നത് പാണക്കാട് കുടുംബവും അതുപോലെ മുസ്ലിം ലീഗുമായിട്ടും വർഷങ്ങളായി അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. രാഷ്ട്രീയ പ്രവർത്തകർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നമ്മുടെ UDF രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം കൂടിയാണ്. ഞങ്ങൾ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ ടീം UDF ആയിട്ടാണ് പ്രവർത്തിച്ചത്. ഒരൊറ്റ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പാർട്ടി പ്രവർത്തിക്കുന്നത് പോലെയാണ് അസംബ്ലിക്കകത്തും പുറത്തും പ്രവർത്തിക്കുന്നത്. അതിനെല്ലാം എല്ലാ പിന്തുണയും തന്ന ഒരാളാണ് അഭിവന്ദ്യനായ പാണക്കാട് സാദിഖ് അലി ശിഹാബ്. അദ്ദേഹത്തിന്റെ പിന്തുണയുണ്ടായി. പിന്നെ അദ്ദേഹത്തിന്റെ നമ്മളെടുത്തൊരു അതിശക്തമായ ഒരു മതേതര നിലപാടുണ്ടായി. അത് കേരളം അംഗീകരിച്ചു. ആ മതേതര നിലപാടിന്റെ പിൻബലവും അദ്ദേഹമായി. എത്ര പേരാണ്, ഞാൻ അവരെ ആരെയും പേരെടുത്ത് കുറ്റപ്പെടുത്തില്ല, അതിന്റെ സമയമല്ല. കേരളത്തിലൊരു വിദ്വേഷ പ്രചരണം നടത്തി ഭിന്നിപ്പുണ്ടാക്കാൻ പല ശക്തികൾ ശ്രമിച്ചു. മുനമ്പം വിഷയത്തിലുണ്ടായിരുന്നു, പള്ളുരുത്തി വിഷയത്തിലുണ്ടായിരുന്നു. എന്നെ അക്ഷരാർത്ഥത്തിൽ വിസ്മയിപ്പിച്ചുകൊണ്ടാണ് ആ സമയത്തെല്ലാം മുസ്ലിം ലീഗും തങ്ങളും സാദിഖ് അലി തങ്ങളും എടുത്ത നിലപാട്. ഞങ്ങൾ പറവൂര് മുൻ ധനകാര്യമന്ത്രിയായിരുന്ന KT ജോർജിന്റെ നാമധേയത്തിലുള്ള അവാർഡ് സാദിഖ് അലി ഞങ്ങൾ കൊടുത്തത് ആ മതേതര നിലപാടിന്റെ പേരിലായിരുന്നു. നമുക്കറിയാം, ബാബറി മസ്ജിദ് സംഭവം ഉണ്ടായിരുന്നപ്പോൾ ശിഹാബ് തങ്ങൾ എടുത്ത നിലപാടിന്റെ ആ മതേതര നിലപാട്. പള്ളുരുത്തി വിഷയവും മുനമ്പം വിഷയവും കേരളത്തിൽ ആളിക്കത്തി ശത്രുത ഉണ്ടാക്കാമായിരുന്നു. അതിന്റെ തീ കെടുത്തിയത് അദ്ദേഹമാണ്. അങ്ങനെയുള്ളൊരു ബഹുമാനം കൂടി. അപ്പൊ UDFന്റെ അതിശക്തമായ ഒരു മതേതര നിലപാട് എടുക്കാൻ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു വർഗീയ വിദ്വേഷം വരുന്ന ഒരു പരാമർശം പോലും ഒരു മുസ്ലിം ലീഗ് നേതാവ് നടത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഇപ്പോഴും പ്രചരണം നടത്തുന്നുണ്ട് കുറെ പേര്. തെരഞ്ഞെടുപ്പ് കാലത്തും അതേ പ്രചരണമായിരുന്നു. അതിനൊക്കെ ഞങ്ങൾ ശക്തിയായി നേരിട്ടു. ഞാൻ ഇന്നലെയും ചോദിച്ചല്ലോ ഒരു ചോദ്യം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദുർബലമായാൽ ആ സ്പേസ് ആര് കൊണ്ടുപോകും എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ കേരളം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ സഹോദര സംഘടനകളിലാണ് ചേർത്ത് നിർത്തും. ഞങ്ങളുടെ ചില സ്ഥാനാർത്ഥികൾക്ക് അവർക്ക് മേധാവിത്വമുള്ള സ്ഥലത്ത് നമ്മൾ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ജയിപ്പിച്ചിങ്ങോട്ട് വന്നു. ഞങ്ങൾക്ക് മേധാവിത്വമുള്ള സ്ഥലങ്ങളിൽ അവരുടെ ചില സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. പരസ്പരം എല്ലാ കക്ഷികളും, കേരള കോൺഗ്രസിന്റെ ആണെങ്കിലും മറ്റ് ഘടകകക്ഷികളുടെ ആണെങ്കിലും എല്ലാവരും അങ്ങനെ ചെയ്തു. ആ ഒരു ടീം UDFന്റെ പ്രവർത്തനത്തിന് തങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ പിന്തുണയ്ക്ക് നന്ദി പറയാൻ കൂടിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ വളരെ അഭിമാനത്തോടും ആവേശത്തോടും കൂടിയാണ് അദ്ദേഹത്തെ കാണാൻ വന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുപോലെ തന്നെ ഒരുമിച്ച് ഇനിയൊരു വർക്കുണ്ട്. ഈ നാടിനെ മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ടീമായിട്ട് ഞങ്ങൾ ഇത് വർക്ക് ചെയ്യും. ഒരുമിച്ച് ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ ഒരാളും വരണ്ട. അതിനൊക്കെല്ലാം നല്ല ചുട്ട മറുപടി അപ്പം കിട്ടും. ഒരു കാര്യം കൂടി, അവസാന UDF സർക്കാരിൽ ലീഗിന്റെ സ്റ്റാറ്റസ് കോ 5 പേരായിരുന്നു ക്യാബിനറ്റിൽ. ഇത്തവണയും അതൊക്കെ ഘടകകക്ഷികൾ തമ്മിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര വേഗത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. മുഴുവൻ മന്ത്രിമാരും തിങ്കളാഴ്ച മുഖ്യമന്ത്രിയോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യാണ്. മുഴുവൻ മന്ത്രിമാരും ആ ഘടകകക്ഷികളുടെ ചർച്ചയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം പിന്നിട്ട് കഴിഞ്ഞു. കറക്റ്റായിട്ട് സമയത്ത് ആദ്യം നിങ്ങളോട് പറയുള്ളൂ, തീർന്നു കഴിയുമ്പോൾ വേറെ ആരോടും പറയില്ല. ഈ ഒരു തർക്കമോ ഞാനിവിടെ 140 സീറ്റ് ഞങ്ങൾ എല്ലാവരും ചേർന്ന് വിഭജിച്ചിട്ട് ഒരു അവസരം കിട്ടിയ ഞാൻ കണ്ട അന്ന് ഞാനത് പ്രഖ്യാപിച്ച ദിവസം നിങ്ങളൊക്കെ അന്തം വിട്ട് നിൽക്കുക. ഇതെന്താണ് UDFൽ ഒരു അവസരം പോലും ഇല്ലാതെ 140 സീറ്റ് വിഭജിച്ചില്ലേ? അതുപോലെ ഞാൻ നാളെ പറയാം. അപ്പോഴും നിങ്ങൾ ഒന്ന് ഞെട്ടും, ഒരവസരം ഇല്ലാതെ തീർന്നു പോരെ. പക്ഷെ വേറെ ആരോടും പറയാതെ നിങ്ങളോട് ആദ്യം പറയുള്ളൂ. പിന്നെ മന്ത്രിമാരുടെ പട്ടിക നാളെ ഗവർണർക്ക് കൈമാറും. അത് നിങ്ങളോട് പറഞ്ഞിട്ടേ ഞാൻ കൊണ്ടു കൊടുക്കുള്ളൂ. അവിടെ നിങ്ങളോട് പറയാതെ ചെയ്യും.